പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മഞ്ഞുമൽ മാതാവിൻ്റെ ഭക്തരായ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ 91 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനം ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. 3-ാമത്തെ വാക്യം, അവിടുന്ന് നിൻ്റെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. ഇനി 4-ാമത്തെ വാക്യമാണ് അടുത്തതായിട്ട് നമ്മൾ കാണുവാൻ പോകുന്നത്. ഈ 4-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിക്കാം. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് അവചവും പരിചയവും ആയിരിക്കും. ഈ ഒറ്റ വാക്യത്തിൽ 2 വ്യത്യസ്ത ലോകങ്ങളിലേക്കാണ് സങ്കീർത്തനം നമ്മെ കൊണ്ടുപോകുന്നത്. ഒന്ന്, മനോഹരമായ ഹൃദ്യമായ കിളികളുടെ ലോകം. 2, പരിപരുത്ത പടയാളികളുടെ ലോകം. കിളികളുടെ ലോകത്തിൽ പ്രത്യേകമായി ഇവിടെ പറയുന്ന 2 കാര്യങ്ങൾ. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. കുഞ്ഞിക്കിളികൾ തള്ളക്കിളിയുടെ ചെറിയ തൂവലുകൾക്ക് ഇടയിൽ നിന്ന് ഒളിച്ചിരുന്നുകൊണ്ട് തിളങ്ങുന്ന കണ്ണുകൾ മാത്രം പുറത്തേക്ക് കാണിച്ച് കൗതുകത്തോടുകൂടി പുറം ലോകം കണ്ട് ആസ്വദിക്കുന്ന മനോഹരമായ രംഗം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ആ ചിറകുകളുടെ തണലിൽ അതിൽ മറിഞ്ഞിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളിക്ക് ഒന്നും പേടിക്കാനില്ല. കാരണം തള്ളക്കിളി കൂടെയുണ്ട്. തള്ളക്കിളിയോട് ഒട്ടിച്ചേർന്നാണ് ഇരിക്കുന്നത്. തള്ളക്കിളിയുടെ തൂവലുകളാണ് തന്നെ മറച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും ആക്രമിക്കാൻ ആർക്കുമാവില്ല എന്ന ഒരു പ്രതീതിയാണ് ആ കിളിയുടെ സങ്കോചമില്ലാത്ത, ആകുലതയില്ലാത്ത, അസ്വസ്ഥതയില്ലാത്ത ആ മനസ്സ്, ആ മുഖം, കണ്ണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തൂവലുകൾ കൊണ്ട് നിന്നെ മറച്ചുകൊള്ളും. അത്രയ്ക്ക് സുരക്ഷിതമായി, അത്രയ്ക്ക് ഹൃദ്യമായി, അത്രയ്ക്ക് വളരെ ലോലമായ സംരക്ഷണം നിനക്ക് നൽകിക്കൊണ്ടിരിക്കും. ആ സംരക്ഷണത്തിൽ നിനക്ക് എന്നും ആശ്രയിക്കാം. ഒരു കുഞ്ഞിക്കിളി തൻ്റെ അമ്മയുടെ തൂവലുകൾക്കിടയിൽ മറിഞ്ഞിരുന്നു കൊണ്ട് സന്തോഷിക്കുന്നത് പോലെ നിനക്ക് നിൻ്റെ ജീവിതം മുഴുവൻ സന്തോഷിക്കാം. 2ാമത് പറയുന്നത്, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. വളരെ ഹൃദ്യമായൊരു രംഗം വിശുദ്ധ കുദ്രീസയുടെ ജീവചരിത്രത്തിൽ, ആത്മകഥയിൽ എടുത്തു പറയുന്നുണ്ട്. 24 വയസ്സായപ്പോഴേക്കും ക്ഷയരോഗം ബാധിച്ച് അതികഠിനമായ വേദന അനുഭവിച്ച് മരണം തൊട്ടടുത്ത് വന്നിരിക്കുന്ന അവസ്ഥയിൽ കഴിയുകയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ. ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ചും ദൈവം എൻ്റെ അപ്പച്ചനാണെന്നുള്ള ഒരു ആശയം നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ടും എഴുതിക്കൊണ്ടുമൊക്കെ ഇന്ന് കൊച്ചുത്രേസ്യ അനുഭവിക്കുന്നത് ഇത്രയ്ക്ക് ചെറുപ്പത്തിൽ തന്നെ ഇത്രയ്ക്ക് മാരകമായ രോഗം പിടിച്ച് ഇത്രയ്ക്ക് വലിയ വേദന അനുഭവിച്ച് കഴിയുന്നതാണ്. എന്നിട്ടും എന്തുമാത്രം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആശ്രയിച്ചിരുന്നു എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് അന്ന് ഉണ്ടായത്. കൊച്ചുത്രേസ്യ തോട്ടത്തിൽ കുഞ്ഞുങ്ങളെടുത്ത് കഴിയുന്ന ഒരു തള്ളക്കോഴിയെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു പരുന്തിന് സ്വരം മറ്റോ ഇട്ടിട്ടായിരിക്കണം തള്ളക്കോഴി പ്രത്യേകമായി സ്വരം പുറപ്പെടുവിച്ചുകൊണ്ട് ഇങ്ങനെ വിടർത്തി നിന്നു. ചുറ്റുമുള്ള കുഞ്ഞുങ്ങളെല്ലാം കൂടി ഓടി ഈ തള്ളക്കോഴിയുടെ അടുത്തേക്ക് വന്നു, ചെറിയന് അടിയിലേക്ക് വന്നു. എല്ലാം ചെറിയന് കീഴിൽ സുരക്ഷിതരായി എന്നറിഞ്ഞപ്പോൾ തള്ളക്കോഴി ആ ചിറക് തന്നോട് ചേർത്ത് അടുക്കി പിടിക്കുകയും ചെയ്തു. ഇത് കണ്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയ്ക്ക് സ്വയം നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. ഏന്തി കരഞ്ഞു പോവുകയാണ്. മറ്റു സിസ്റ്റേഴ്സിന് എന്തരഞ്ഞതിന് കാരണം എന്ന് പിടികിട്ടുന്നില്ല. അവസാനം
കരച്ചിൽ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തോട്ടത്തിലെ ആ കോഴിയെ വീക്ഷിക്കുകയായിരുന്നു. അത് ഞാൻ കണ്ടു. എത്ര മനോഹരമായിരുന്നു ആ കാഴ്ച. കുഞ്ഞുങ്ങളെല്ലാം കൂടി ഓടി ആ തള്ളക്കോഴി അടുത്തേക്ക് ചെന്നു, ചെറുകിനടിയിലേക്ക് കയറുന്നു. തള്ളക്കോഴി തന്നോട് അടക്കം പിടിച്ച് സംരക്ഷിക്കുന്നു. ഇതുപോലെയാണ് ദൈവം നമ്മെ രക്ഷിക്കുന്നതെന്ന്, സംരക്ഷിക്കുന്നത്, സ്നേഹിക്കുന്നതെന്ന് അവിടുന്ന് തന്നെ എത്ര വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ പറയുന്ന വാക്യമാണ്, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്നത് പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾ വിസമ്മതിച്ചു. അപ്പോൾ തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയതിന് കീഴിൽ ഒരുമിച്ച് കൂട്ടുവാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് ദൈവം നമ്മെ തന്നോട് ചേർത്ത് നിർത്തുവാനും എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാനും തയ്യാറായി നിൽക്കുന്നത്. നമ്മൾ മനസ്സാകണം, ആ തള്ളക്കോഴിയുടെ അടുത്തേക്ക്, ആ ചിറകിൻ കീഴിലേക്ക് ഓടി ചെല്ലുവാൻ, അഭയം തേടുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും. പിന്നീട് നമ്മൾ ഈ സംഗീതം കൊണ്ടുപോകുന്നത് പട്ടാളക്കാരുടെ ലോകത്തിലേക്കാണ്. അവിടെ പറയുന്നത്, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. ആദ്യം ഇങ്ങനെ പക്ഷികളുടെ ലോകത്തു നിന്നും തീർത്തും വിഭിന്നമായ മറ്റൊരു രംഗമാണ്, മറ്റൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണുന്നത്. യുദ്ധത്തിന് തയ്യാറായി പടച്ചട്ട ധരിച്ച് പരിചയമെടുത്ത് നിൽക്കുന്ന, യുദ്ധസന്നദ്ധരായി നിൽക്കുന്ന പടയാളികളാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയെ പ്രത്യേകമായി പിടിച്ചു പറ്റുന്നത്. അവർ ധരിച്ചിരിക്കുന്ന കവചവും കയ്യിൽ പിടിച്ചിരിക്കുന്ന പരിചയം. ഇരുമ്പും ലോഹവുമൊക്കെ കൊണ്ടുണ്ടാക്കിയ കവചം ശരീരമായി മറയ്ക്കുവാൻ അവർ പരിശ്രമിക്കും. കാരണം ശത്രു അവർക്കെതിരെ എഴുതുവിടുന്ന അമ്പും കുന്തവും വാളും ഒന്നും ഏറ്റ ശരീരത്തിൽ മുറിവേൽക്കാതിരിക്കത്തക്ക വിധം സുരക്ഷിതമായിട്ടാണ് ഈ കവചം അവരെ സംരക്ഷിക്കുന്നത്. പിന്നീട് പരിച, എതിരാളികൾക്കെതിരെ അവർ അയക്കുന്ന ആയുധങ്ങളുടെ ആഘാതം മുറിവേൽക്കാതിരിക്കാൻ തന്നെ സംരക്ഷിക്കുവാനുള്ള മറ്റൊരു സംവിധാനമാണ് പരിച. ഇവിടെ പറയുന്നത് ദൈവത്തിന് വിശ്വസ്തതയാണ് നമുക്ക് കവചവും പരിചയം. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നമുക്കെന്നും ആശ്രയിക്കാവുന്ന വിശ്വസ്തത ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിശ്വസ്ത നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ, നമ്മൾ അംഗീകരിക്കുന്നുവെങ്കിൽ, അതിലേക്ക് നമ്മൾ തന്നെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, പൂർണ്ണമായും വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് കവചവും പരിചയം അത് തന്നെയായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞിക്കിളികൾ തള്ളക്കിളിയുടെ തൂവലുകൾക്കിടയിൽ മറിഞ്ഞിരിക്കുന്നത് പോലെ, പക്ഷികൾ ചീരകളുടെ കീഴിൽ അഭയം തേടുന്നത് പോലെ, പടയാളികൾ കവചവും പരിചയവും കൊണ്ട് സ്വയം രക്ഷിക്കുന്നത് പോലെ ദൈവത്തിന് വിശ്വസ്തയിൽ ആശ്രയിച്ചുകൊണ്ടും സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ടും സംരക്ഷണത്തിൽ ആശ്രയിച്ചുകൊണ്ടും ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ഭാസുരമായി, സുന്ദരമായി, സമാധാനപരമായി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പരിശുദ്ധ അമ്മയുടെ മഞ്ഞുമൽ മാതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥതയും പ്രാർത്ഥനയും നമ്മോട് ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.